കഴിഞ്ഞ ദിവസം നടൻ മാധവൻ ഒരു സെമിനാറിൽ നടത്തിയ പ്രസന്റേഷനിൽ അദ്ദേഹം പറയുകയുണ്ടായി, തുടർച്ചയായി നമ്മൾ ഇങ്ങനെ മൊബൈൽ പിടിച്ച് യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മൊബൈൽ ഫോൺ ഫിംഗർ അദ്ദേഹത്തിന് പിടിപെട്ടുവെന്ന്. പലർക്കും ഇത് സംശയം തോന്നുന്നു, എന്താണ് ഈ മൊബൈൽ ഫോൺ ഫിംഗർ എന്ന്. നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ വിരലുകൾ ഏതൊക്കെ ആംഗിളിലാണ് വർക്ക് ചെയ്യുന്നത്? ഈ ഒരു വിരലാണ് നമ്മുടെ ഈ മൊബൈൽ ഫോണിനെ തുടർച്ചയായിട്ട് താങ്ങുന്നത്. ഇങ്ങനെ താങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ വിരലുകളിൽ വന്ന വളവ് അദ്ദേഹം കൃത്യമായി കാണിക്കുകയുണ്ടായി. വിരലുകൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന അദ്ദേഹം കാണിക്കുകയുണ്ടായി. വിരലുകളിൽ വന്ന വളവ് മൊബൈൽ ഫോൺ ഫിംഗർ എന്ന ഒരു പേരാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പലരും അങ്ങനെയാണ് ഈ മൊബൈൽ ഫോൺ ഫിംഗർ എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് അറിയുന്നത്. ഇന്നത്തെ ന്യൂ ജനറേഷനിൽ കൈവിരലുകൾക്കുണ്ടാകുന്ന പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മൊബൈൽ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഒരു കാരണമായിട്ടുണ്ട്. കൊറോണ കാലം കഴിഞ്ഞ സമയം മുതൽ പല കാര്യങ്ങൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ ആശ്രയിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ അരമണിക്കൂർ ഗ്യാപ്പ് കിട്ടിയാൽ മൊബൈൽ ഫോണിൽ റീൽസ് കാണുക, ഷോർട്സ് കാണുക, അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നു. പലപ്പോഴും 5 മിനിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് മണിക്കൂറുകൾ നമ്മൾ മൊബൈൽ ഫോണിൽ തുടർച്ചയായിട്ട് ചെലവഴിക്കാറുണ്ട്. ഇത് നമ്മുടെ വിരലുകൾക്ക് ഓവർ സ്ട്രെയിൻ ഉണ്ടാക്കുന്നതിന് നമുക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും വിരലുകൾക്ക് വരുന്ന വളവ് മാത്രമല്ല, വിരലുകളുടെ വേദന, കഴപ്പ്, മണിബന്ധത്തിന് വേദന, കൈകൾക്ക് വല്ലാണ്ട് കഴപ്പും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുക, കൈകൾ കൊണ്ട് തുടർച്ചയായിട്ട് എന്തെങ്കിലും എഴുതുന്ന സമയത്ത് വല്ലാണ്ട് കൈ കഴപ്പ് അനുഭവപ്പെടുക, നമുക്ക് ആവശ്യത്തിന് കൈവിരലുകൾക്ക് മടക്കുമ്പോഴും നിവർത്തുമ്പോഴും വേദന, പലപ്പോഴും സന്ധിവാതമാണോ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളും കാണിച്ചു എന്ന് വരാം. അമിതമായിട്ട് ഈ ബുദ്ധിമുട്ട് പലരിലും കൈമുട്ടിലേക്ക് വേദന സ്പ്രെഡ് ചെയ്യുന്ന ഒരു രീതിയും കണ്ടുവരുന്നുണ്ട്. മൊബൈൽ ഫോൺ ഫിംഗേഴ്സ് ഉണ്ടെങ്കിൽ പലപ്പോഴും ഇത് മറ്റെന്തെങ്കിലും രോഗമാണ് എന്ന് സംശയിച്ച് പോകുന്നതല്ലാതെ യഥാർത്ഥത്തിലെ വില്ലൻ ഈ മൊബൈൽ ഫോൺ ആണെന്ന് ആരും സംശയിക്കത്തില്ല എന്നാണ് വാസ്തവം. പലപ്പോഴും മൊബൈൽ ഫോൺ ഫിംഗേഴ്സ് ഉള്ളവർക്ക് ഇത് മാറുന്നതിന് ചെയ്യേണ്ടത് മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിനെ താരതമ്യേന കുറയ്ക്കുക. നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ അത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുകയോ ലാപ്ടോപ്പിൽ ആയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുകയോ ചെയ്യുക. കൈകൾക്ക് സ്ട്രെയിൻ വരുന്നത് കുറയും. രണ്ടാമത്തത്, കൈകൾക്ക് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള വ്യായാമം നിങ്ങൾക്ക് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് കൈ വിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്ന വ്യായാമം കൃത്യമായിട്ട് നിങ്ങൾ രാവിലെയും വൈകിട്ടും കൈകൾ ഉപയോഗിക്കുക. ഈ വ്യായാമം നമ്മൾ പല കാര്യങ്ങളും വലിക്കുക, മടക്കുക, ഒടിക്കുക പോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വ്യായാമ പ്രക്രിയ ഒഴിക്കുക. നമുക്ക് ഈ മൊബൈൽ ഫോൺ ഫിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാം. ചെറുതെങ്കിലും ഇന്നത്തെ ജനറേഷനിൽ ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യും.